അപ്പം ഗായ്സ് നമുക്ക് നല്ല അടിപൊളി ഒരു മുരു ഇറച്ചി ഉണ്ടാക്കിയാലോ. മുരു ഇറച്ചി നമ്മൾ കടലുണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല മുരു ഇറച്ചിയാണ് അത്. അവിടെ നിന്ന് തന്നെ എല്ലാം അതിൻ്റെ തോലും വന്ന് ഷെല്ലും വന്ന് ഇറച്ചിയെല്ലാം എടുത്ത് നമുക്ക് തരൂ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ചേറും സാധനങ്ങളെല്ലാം പോക്കി നമുക്ക് നല്ലോണം കഴുകി ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തു. അപ്പോൾ ആദ്യം മുരു ഇറച്ചിക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൽ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റുക. അതിനുശേഷം ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ട് ഒന്ന് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മസാലകൾ ഇടുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഒന്ന് നല്ല മസാലേൻ്റെ മണം മാറി വന്നതിന് ശേഷം ഒരു 2 തക്കാളി അതിലിട്ട് അതും ഒന്ന് നല്ലോണം വഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് മുരു ഇറച്ചി കുറച്ചായിട്ട് ഇടുക. മുരു ഇറച്ചി ഇട്ടതിന് ശേഷം പിന്നെ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഒന്ന് നല്ലോണം മൂടി വെക്കുക. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് ബേ ലീഫ് പിന്നെ ഗ്രാമ്പൂവിൻ്റെ ഇല, പിന്നെ സർവ്വസുഗന്ധിയുടെ ഇല, ഇതെല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. അത് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം മൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് വന്നിട്ട് ഈ വെള്ളമെല്ലാം നല്ലോണം വറ്റിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് വറ്റി വന്നു. നല്ല അടിപൊളി കറിയായിരുന്നു. നല്ല സൂപ്പർ കറിയായിരുന്നു. ഓക്കെ, ബായ്.